എല്ലാ കാര്യത്തിനും ഈ ഒരു കമ്മീഷനാണ് എങ്കിൽ ജുഡീഷ്യറിയെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു കമ്മീഷനും കൂടി ഉണ്ടാക്കിയിട്ട് എന്താ സംഭവിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡത്തിനോട് നന്ദി പറഞ്ഞോട്ടെ. ഒന്ന്, മാഡം പോയത് വലിയ കാര്യമാണ്. രണ്ട്, ജുഡീഷ്യറിയെ നമുക്ക് വിശ്വസിക്കാം, വേറെ ആരെയും വിശ്വസിക്കാം. രണ്ട്, മാഡം അങ്ങനല്ല, നാളെ രാഹുൽ ഈശ്വർ പോകുന്നതിന് പകരം ഒരു മെൻസ് കമ്മീഷൻ അവിടെ പോയി അവരാൽ കഴിയുന്ന പിന്തുണ സപ്പോർട്ട് കൊടുക്കണം. മാഡവും ഞാനും പോയി അവരുടെ കൂടെ നിന്ന് കരയാനല്ലേ പറ്റും. ദീപക്കിന് പകരം ഒരു ദീപ്തിയാണ് മരിച്ചു വന്നിരിക്കട്ടെ. മാഡം അല്ല സാർ ദീപക്കിന് പകരം ഒരു ദീപ്തി മരിച്ചു വന്നിരിക്കട്ടെ. മാഡത്തിന് പോവാം, വനിതാ കമ്മീഷന് പോവാം, എല്ലാ നിയമസഹായം സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങള് സത്യസന്ധമായിട്ടാണ് ഈ സ്ത്രീകളുടെയും കൂടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കേരളത്തില് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീധന മരണങ്ങളിലും റേപ്പിലും ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ ഇടപെടുന്ന ആളാണ്. ഈ വിസ്മയുടെ കേസ്, ഉത്തരയുടെ കേസ് പോലത്തെ കുറച്ച് ഫേമസ് കേസുകൾ അല്ലാതെ ബാക്കി കേസുകൾ നാട്ടുകാർ അറിയ പോലും ഇല്ല, നിങ്ങൾ ആരും കേട്ടിട്ട് പോലും ഇല്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രകാരം ഏറ്റവും അധികം കള്ളക്കേസുകളിൽ റിമാൻഡിൽ ജയിലിൽ കിടക്കുന്നത് ദളിതരും മുസ്ലിങ്ങളുമാണ്. ഇവര് പുരുഷന്മാർ തന്നെയാണ്. ഓക്കെ, അതെ, ഈ പുരുഷന്മാരെ പറയട്ടെ, ഈ പുരുഷന്മാരെ കള്ളക്കേസുകളിൽ ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും റിലീജിയന്റെ പേരിലും ജയിലിലാക്കിയിരിക്കുന്നത് മറ്റു പുരുഷന്മാരാണ്, മറ്റു പുരുഷ സംഘങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ശരിയായ കൺസേൺ പുരുഷന്മാരുടെ ആരോഗ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ സ്ത്രീകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളോ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമോ അല്ല. ഒരു സെക്കൻഡ് മാഡം, ഇതൊരു വലിയ വിഷയമാണ്. അതായത് മാഡം പറയുന്നത് യോജിപ്പില്ല. മാഡം, ഈ വിഷയത്തോട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്ന പോയിനോട് ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ കോടതികൾ ഒരു സെക്കൻഡ് സാർ, തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളടക്കം നമ്മുടെ കന്യാസ്ത്രീമാർ 9 ദിവസം ജയിലിൽ കിടന്നു, സിദ്ദിഖാപ്പൻ 1.5 വർഷം ജയിലിൽ കിടന്നു. ഇങ്ങനെ അടക്കം ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനോട് 100% ഒരു സെക്കൻഡ് അതിനോട് യോജിക്കുന്നു. പക്ഷെ ആ വിഷയമല്ലല്ലോ ഞങ്ങൾ പറയുന്നത്.